കമലയുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസമായപ്പോൾ തന്നെ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ കമലയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഒരിക്കൽ പോലും ഭർത്താവ് വിളിച്ചു ചോദിച്ചിട്ടില്ല. കമലയ്ക്ക് ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ കമല ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുതലാളി വല്ലാതെ ദേഷ്യപ്പെടുന്നു. ചെവി കേൾക്കുന്ന മെഷീൻ വാങ്ങണമെന്നുണ്ട്, എന്നാൽ അതിനുള്ള പൈസ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ കമല പൈസ കൂട്ടി വെക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവിന്റെ ഓർമ്മ വന്ന് വല്ലാതെ കരയുന്നു. ഒരപ്പൂപ്പൻ അയാളുടെ മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഭർത്താവിന്റെ നമ്പർ വാങ്ങിത്തരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്പർ കിട്ടുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അടുത്തുള്ള കടയിൽ പോയി നമ്പർ കൊടുത്ത് വിളിപ്പിക്കുന്നു. കടക്കാരൻ നിങ്ങളുടെ ഭർത്താവ് സുഖമായിരിക്കുന്നു, നിങ്ങളെയും കുഞ്ഞിനെയും കാണാൻ വേഗം തന്നെ വരുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് വളരെ സന്തോഷമായി. കമല കഷ്ടപ്പെട്ട് കൂട്ടിവെച്ച പൈസ കൊണ്ട് ഇയറിംഗ് മെഷീൻ വാങ്ങി ഭർത്താവിനെ വിളിക്കുന്നു. കമല എന്ന പേര് കേട്ടപ്പോൾ എനിക്ക് ആ ചെവി കേൾക്കാത്തവളെ കുറിച്ച് ഒന്നും കേൾക്കണ്ട, ഞാൻ ഗൾഫിൽ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. കമലയ്ക്ക് സങ്കടം വരണ്ടെന്ന് കരുതി കടക്കാരൻ നല്ലത് പറഞ്ഞതാണ്. ഭർത്താവ് കമലയെ പറ്റിച്ചെന്ന് മനസ്സിലാക്കി ഭയങ്കരമായി കരയുന്നു. വീട്ടിലും പരിസരത്തും ഭയങ്കരമായ മഴ വന്നു. വീട്ടിൽ നിറയെ വെള്ളം കയറി. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ ഇയറിംഗ് മെഷീൻ കണ്ടു. ഇത് കണ്ട കമല പറ്റിച്ചു പോയ ഭർത്താവിനെ മാറ്റി കുഞ്ഞിന് വേണ്ടി ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നു.